ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ അകത്ത് HDFC ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു കിടിലൻ ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് HDFC ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കസ്റ്റമർ ഐഡിയും ലോഗിൻ ചെയ്യാനായിട്ടുള്ള പാസ്വേഡും കൊടുത്ത് നമുക്ക് എങ്ങനെ ഒരു HDFC ആപ്പ്, അതായത് നെറ്റ് ബാങ്കിൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കിടിലൻ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യം തന്നെ HDFCയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം HDFC നെറ്റ് ബാങ്കിങ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെറ്റ് ബാങ്കിങ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് HDFC ബാങ്ക് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും അതുപോലെ കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുക്കാം. നിങ്ങൾ അതിലൂടെ തന്നെ കയറി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓപ്പൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്വേഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇന്ന് ഞാൻ എൻ്റെ നെറ്റ് ബാങ്കിങ് ഈ ആപ്ലിക്കേഷനായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ആൾ അല്ലെങ്കിൽ ഒരു പുതിയ കസ്റ്റമർ ഇതിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയൊന്നും വേണ്ട. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ID ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ ID ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. കസ്റ്റമർ ID എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ബാങ്കിൽ നിന്നും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ HDFC ബാങ്കിൽ നിന്നും നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ID വേണോ എന്നോ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ് ആവശ്യമുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ID അവർ തരുന്നതായിരിക്കും. അത് നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ കാണത്തില്ല. ബാങ്കിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു സ്ലിപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ആയിട്ടുള്ള ഒരു ബൾക്ക് ഓഫ് ബുക്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ID ഇല്ല, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മളെടുത്ത അക്കൗണ്ട് എടുത്ത് HDFC ബാങ്കിൽ ചെല്ലുക. എന്നിട്ട് നമ്മുടെ നെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ആക്കുക. എന്നിട്ട് അവരിൽ നിന്ന് നമ്മുടെ കസ്റ്റമർ ID നമ്മൾ മേടിക്കുക. അപ്പോൾ നെറ്റ് ബാങ്കിങ്ങിൻ്റെ കസ്റ്റമർ ID കിട്ടിയ ശേഷം നിങ്ങൾ കസ്റ്റമർ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ 10 അക്കമുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ +91 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. +91 എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോഡാണ്. അപ്പോൾ നമുക്ക് ആ കോഡ് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കോഡ് വേണമെങ്കിലും അവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഏത് രാജ്യത്തിരുന്ന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വരുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർ OTP, അതായത് നിങ്ങൾ കസ്റ്റമർ IDയും അതുപോലെ നിങ്ങളുടെ ഈ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതായത് ഈ ബാങ്കിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു OTP വരും. അപ്പോൾ ഈ OTP നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഓതൻറ്റിക്കേറ്റ് എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് നമുക്കൊരു ക്യാപ്ച ടൈപ്പ് ചെയ്യണം. ആ ക്യാപ്ചയും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ ഒരു പാസ്വേഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പാസ്വേഡ് നിങ്ങൾ 2 ടൈപ്പായിട്ട് എൻ്റർ ചെയ്യാം. ഒന്നാമതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫർമേഷന് വേണ്ടിയുള്ള പാസ്വേഡ്, അതായത് നിങ്ങൾ ആദ്യം ഒന്ന് പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ പാസ്വേഡ് തെറ്റാണ്ട് അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഫീൽഡിൽ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾ സൈനപ്പ് ആവുകയും അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഹോം പേജ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങളുടെ കസ്റ്റമർ ID നിങ്ങൾക്ക് ആഡ് ആയിട്ടുണ്ട്. അതായത് HDFCയുടെ മൊബൈൽ ബാങ്കിങ്ങിലേക്ക് ഓൾറെഡി തന്നെ നിങ്ങൾ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ലോഗിൻ ചെയ്യുമ്പോഴും നിങ്ങൾ പാസ്വേഡ് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വെൽക്കം എൻ്റെ നെയിമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഓൾറെഡി എനിക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ അക്കൗണ്ട് ഇതിലുള്ളതുകൊണ്ട്, അതായത് ഓൾറെഡി തന്നെ ഞാൻ നെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഓൾറെഡി എൻ്റെ പേര് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് നമുക്ക് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 3 തവണയിൽ കൂടുതൽ പാസ്വേഡ് ഇൻകറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 14 ദിവസത്തേക്ക് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് അക്കൗണ്ട് നിങ്ങൾക്ക് അവർ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ഒരു തവണ എൻ്റർ ചെയ്തു, അത് എററായി,
രണ്ടാമത്തെ തവണയും എൻ്റർ ചെയ്തു എററായി, അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മുടെ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമർ ഐ ഡി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കസ്റ്റമർ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് HDFC ബാങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ HDFC മൊബൈൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് 3 നെറ്റ് ബാങ്കിങ് അക്കൗണ്ട് ഇതിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെയോ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് 3 അക്കൗണ്ടാണ് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെവിടെയാണ് കാണുന്നത് പറഞ്ഞാൽ ആഡ് അനദർ യൂസർ എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. യു ക്യാൻ യൂസ് ദിസ് ഡിവൈസ് ഫോർ എ മാക്സിമം ഓഫ് 3 ഡിഫറൻറ്റ് യൂസേഴ്സ്. അതായത് 3 ഡിഫറൻറ്റ് യൂസേഴ്സിന് മാത്രമാണ്, അതായത് 3 ഡിഫറൻറ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത് 3 അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് HDFCയുടെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. അതായത് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് എന്ന് കാണിക്കും. അതുപോലെ എൻ്റെ ബാലൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കിതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം, മണി ട്രാൻസ്ഫർ ചെയ്യാം. മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും മറ്റേ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് സ്കാൻ ചെയ്ത്, അതായത് നിങ്ങൾ കടകളിലോ എവിടെയെങ്കിലും പോയി ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് ഇതിൽ നിന്ന് ഡയറക്റ്റ് പേ ചെയ്യാൻ സാധിക്കും. അതുപോലെ മൊബൈൽ റീചാർജ്, സൺ ഡയറക്റ്റ് റീചാർജ് തുടങ്ങിയ എല്ലാ യൂട്ടിലിറ്റി ബില്ലുകളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് UPI പേയ്മെൻറ്റ് ഇതിൽ നിന്ന് നടക്കാം. ഗൂഗിൾ പേയിലൂടെ നമ്മൾ UPI പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് HDFC മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ വാട്ടർ കണക്ഷൻ, അതുപോലെ കേബിൾ ചാർജ്, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ എല്ലാം നമുക്കിതിൽ ആഡ് ബില്ലർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് ബില്ല് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ മന്ത്ലി നിങ്ങൾ വാട്ടർ കണക്ഷൻ്റെയും അതുപോലെ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ചാർജ് നിങ്ങൾ മന്ത്ലി അടയ്ക്കുന്നവരാണെങ്കിൽ ആ ബില്ലുകളെല്ലാം ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്യൂ ഒന്നും മുടങ്ങാണ്ട് കറക്റ്റ് ടൈമിൽ ഇത് പേ ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ പേ, സേവ്, ഇൻവെസ്റ്റ് എന്ന് പറയുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ വ്യൂ ഓൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളും അതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പറയുന്നത്. സേവിങ്സ് അക്കൗണ്ട്, അതിൻ്റെ അക്കൗണ്ട് ബാലൻസ്, പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് കാണിക്കും നമുക്ക് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലുകൾ പേ ചെയ്യാം. അപ്പോൾ പേ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സബ് ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ UPI പേയ്മെൻറ്റ്, മണി ട്രാൻസ്ഫർ, കാർഡ്സ്, റീചാർജ്, ബിൽ പേയ്മെൻറ്റ്, ചെക്ക്, അങ്ങനെ പറഞ്ഞ് ഇത്ര ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ നമ്മൾ FD ആയിട്ട് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട്, അതുപോലെ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ നമുക്ക് പേഴ്സണൽ ലോൺ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഗോൾഡ് ലോണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ലോൺ ചെയ്യാം, കാർ ലോൺ, അങ്ങനെ നിരവധി 2 വീലർ, ഹോം ലോൺ, ഡിജിറ്റൽ ലോൺ അഗൈൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ താഴെ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസും ഇൻഫർമേഷനും ടാക്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മാനേജ് അലേർട്ട്, നമുക്ക് അലേർട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ഫോണിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വരുന്ന എല്ലാ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിൽ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് HDFC ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.